കേരളത്തിലേക്കുള്ള മയക്കുമരുന്ന് കടത്തിന് പുതിയ ഇടനാഴി തുറന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങൾ തായ്വാൻ, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലൂടെയാണ് മയക്കുമരുന്ന് കടത്തുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്തിന് നിരീക്ഷണം ശക്തമായതോടെയാണ് പുതിയ മാർഗങ്ങൾ തുറന്നത്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, ഗുരുതരമായൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഒരുപക്ഷെ ഈ പുതിയ മാർഗങ്ങൾ എന്താണെന്ന് കേന്ദ്രീകരിച്ചും ഒരു അന്വേഷണം ഒക്കെ തന്നെയും ആരംഭിച്ചിട്ടുണ്ടാവില്ലേ? വിഷ്ണു, ആദ്യഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് സംഘങ്ങൾ അവരുടെ ലഹരി കടത്ത് നടത്തിയിരുന്നത്. അഫ്ഗാനിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലഹരി പാകിസ്ഥാനിൽ അവിടെ നിന്നും എത്തിക്കുകയായിരുന്നു. അതായത് പഞ്ചാബ് വഴി രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു അവരുടെ ഒരു രീതി. പക്ഷെ അവിടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് അതിർത്തി രക്ഷാ സേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും നിരീക്ഷണം ശക്തമാക്കി. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ലഹരി കടത്തിലേക്ക് അന്താരാഷ്ട്ര ലഹരി മരുന്ന് കടത്ത് സംഘങ്ങൾ കടന്നിരിക്കുന്നത്. തായ്വാൻ, വിയറ്റ്നാം, അതോടൊപ്പം തന്നെ മ്യാൻമർ, ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളിൽ നിന്നുമാണ് ലഹരിക്കടത്ത് ഇങ്ങോട്ടേക്ക് വരുന്നത്. പ്രത്യേകിച്ച് വിമാനമാർഗമാണ് നിലവിൽ ലഹരിക്കടത്ത് നടത്തുന്നത്. ബംഗ്ലാദേശികളിൽ നിന്ന്, അതായത് ബംഗ്ലാദേശിൽ നിന്ന് തൊഴിലിന് എന്നുള്ള പേരിൽ കേരളത്തിലേക്കടക്കം കുടിയേറുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ വിവിധ ഭാഷാ തൊഴിലാളികൾ, ഇവരെയൊക്കെ തന്നെയാണ് ലഹരിക്കടത്ത് സംഘങ്ങൾ കാരിയർമാരായിട്ട് തെരഞ്ഞെടുക്കുന്നത്. പ്രധാനമായിട്ട് വിമാനമാർഗം കൂടുതലായിട്ട് ലഹരി കടത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള കേസ് രജിസ്റ്റർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം കൊച്ചി വിമാനത്താവളത്തിൽ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 20 കോടി രൂപയുടെ ലഹരി ആണ് എയർ പാർസൽ വഴി വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കൂടി 2 വനിതകൾ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് രാജ്യാന്തര വിമാനത്താവളത്തിൽ കൊച്ചിയിൽ നിന്നും പിടികൂടുകയും ചെയ്തിരുന്നു. എന്തായാലും വിമാനമാർഗം വഴിയുള്ള ലഹരിക്കടത്തിന് തടയിടുവാനായിട്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ നിരീക്ഷണമാണ് ഇപ്പോൾ നിലവിൽ ശക്തമായി കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കരമാർഗമുള്ള ലഹരിക്കടത്തിന് അതിർത്തി രക്ഷാ സേനയും തടയിടുന്നുണ്ട്. നാവികസേന സമുദ്രമാർഗമുള്ള ലഹരിക്കടത്തിന് തടയിടുന്നുണ്ട്. എന്തായാലും പടിഞ്ഞാറൻ മേഖലയിൽ നേരത്തെ കേന്ദ്രീകരിച്ചിരുന്ന സംഘം പുതിയതായിട്ട് ലഹരിക്കടത്തിന് വേണ്ടിയിട്ട് പുതിയ കോറിഡോർ തുറന്നിരിക്കുകയാണ്. അത് കിഴക്കൻ മേഖലയിലൂടെയാണ്. എന്തായാലും ഈ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരിലൂടെയും അതോടൊപ്പം തന്നെ വിവിധ ഭാഷാ തൊഴിലാളികളെയും കാരിയർമാരാക്കുന്നുണ്ട്. നമുക്കറിയാം, കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവം, അതിൽ അന്വേഷണം എത്തിച്ചേർന്നിരിക്കുന്നത് നിലവിൽ ആസാം, ഒഡീസ സ്വദേശികളിലേക്കാണ്. അവരാണ് ഈ കഞ്ചാവ് കൂടുതലായിട്ട് വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള ലഹരി കേസുകളിലെ പിടികൂടപ്പെടുന്ന ആളുകളിൽ കൂടുതലായിട്ടുള്ളത് വിവിധ ഭാഷാ തൊഴിലാളികൾ തന്നെയാണ്. ഇവരെ കൂടുതലായിട്ട് കഞ്ചാവ് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ലഹരിക്കടത്ത് സംഘങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവർ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഈ ലഹരി കൊടുത്തുവിടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എയർ പാർസൽ, വിമാനമാർഗം വരുന്ന യാത്രക്കാർ, ഇവരെ നിന്നുമൊക്കെ നിലവിൽ ലഹരി പിടിച്ചെടുക്കുന്നുണ്ട്. അവരെ കാരിയർമാരാക്കിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്കാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് സംഘം കടന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. പടിഞ്ഞാറൻ മേഖല കേന്ദ്രീകരിച്ച സംഘം കിഴക്കൻ മേഖല കൂടി ലക്ഷ്യം വെക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെയും നിയന്ത്രണം ശക്തമാക്കാനായിട്ടാണ് ഈ പറയുന്ന കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തീരുമാനം. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.